ഹേ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വൈപ്പിൻ സ്പെഷ്യലായിട്ടൊരു സംഭവമാണ്. എൻ്റെ പേരാണ് വൈപ്പിൻ സ്റ്റൈൽ ഫിഷ് മോയിലി. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അല്ലേ. ഫിഷ് മോയിലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ ഷീലാവ് എന്നുള്ള മീനാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം ബാരക്കൂഡ എന്നാണ്. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ബാരക്കൂഡ എന്നൊക്കെ പറയും. എക്സ്പോർട്ടിങ് അത്യാവശ്യം കുഴപ്പമില്ല. വൈറ്റ് മീറ്റ് റൗണ്ട് ഫിഷ് ആണിത്. ഇപ്പൊ നമുക്ക് ഇനി ഫിഷ് മോയിലി ഉണ്ടാക്കണല്ലോ കിടക്കാം. ഞാൻ ആദ്യം തന്നെ പാൻ ഒരു മീഡിയം ഹീറ്റിൽ കുറച്ചു നേരം വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട് വെളിച്ചെണ്ണ. ഇതിപ്പോ ഞാൻ 1/2 കിലോ ആയതുകൊണ്ടാണ് ഇത്ര എടുക്കുള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും വീണ്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇതിൻ്റെ അകത്ത് ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകിന്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. കടുക് ഉലുവയും പൊട്ടുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഫ്രഷ് ഉള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന്റെ പുറകെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്റെ കയ്യിലൂടെ ഫ്രഷ് കറിവേപ്പില അല്ല, എന്റെ കയ്യിൽ ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റേജ് പയ്യെ മാറ്റിയിട്ടിടുന്നത്. അടുത്തതായിട്ട് ഞാനിതൊരു ചെറിയ ഇഞ്ചി ജൂലിയൻ ചെയ്ത് വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വെളുത്തുള്ളി കുറവാണ് ഇതിൻ്റെ അകത്ത് ഇടുന്നത്. നല്ലൊരു മണം തന്നെ ഉണ്ട്. ഇഞ്ചിലും വെളുത്തുള്ളി മീൻകറിക്കൊക്കെ വെക്കുന്ന ടൈപ്പ് ഒരു മണം തന്നെ ഉണ്ട് നല്ലത്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന്റെ പുറകെ തന്നെ ഞാൻ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കീറിയതാണ്, നടുവേ കീറിയതാണ്. അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് പച്ചമുളക് നിങ്ങൾക്ക് എരിവ് നിങ്ങൾക്ക് എങ്ങനെ എരിവ് വേണ്ടെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പൊ 2, 3, 4 പ്രശ്നമില്ല. കാരണം ഇതിന് എരിവിന് വേറെ കുരുമുളക് കൂടിയാണ് നമ്മൾ എരിവിന് യൂസ് ചെയ്യണം. അപ്പൊ പച്ചമുളകും കുരുമുളകിന്റെ എരിവായിരിക്കും വന്നത് ഇതിനകത്ത്. ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിലെ നനഞ്ഞൊന്നും ഒന്ന് മൂത്ത് വേണ്ട ഒരു പച്ചച്ചോവൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോ 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചേക്കാണ് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നത്. ഇതധികം മൂക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ഒന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒന്ന് ട്രാൻസ്ലൂസന്റ് ആകുമ്പോൾ തന്നെ നമുക്ക് അടുത്ത സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് അരിയണ ഷേപ്പില് കാര്യമില്ല, ഞാൻ ജസ്റ്റ് ഇപ്പൊ കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രമേ ഇങ്ങനെ അരിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ലൈസ് ആയിട്ട് അരിയാം, അതിൽ കുഴപ്പമില്ല. പക്ഷെ തീരെ ചെറുതാക്കി അരിയരുത്. സവാള ചെറുതായിട്ട് വാടി ഒന്ന് ട്രാൻസ്ലൂസന്റ് ആയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 2 മിനിറ്റോളം ചെറിയ തീയിൽ 2 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്താണ് ഇത് കാണുന്നത്. ഈ സ്റ്റേജിൽ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില കടുകും ഉലുവയും മൂപ്പിക്കുന്ന സമയത്ത് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ എൻ്റെ കയ്യിൽ ഡ്രൈ കറി ലീഫ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ആഡ് ചെയ്യണത്. നമുക്ക് അടുത്തായിട്ട് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് വേറെ സ്പൈസസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊടികളായിട്ട് വേറെ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാനുള്ളത്. ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും കുരുമുളകിന്റെ പൊടിയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് കൊടുക്കുന്നു. ഇതൊരു 1/2 ടീസ്പൂണോളം ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. അടുത്ത നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപയോഗിക്കുന്നത്.
ബാക്കി നമുക്ക് വേരിയബിൾ പിന്നെ നോക്കിയിട്ടിടാം. ഒപ്പം തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യം എങ്ങനെയാന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നല്ലൊരു മണമുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ തീ കുറച്ച് കൂട്ടി വെച്ചിട്ടായിരിക്കും കുക്ക് ചെയ്യണത്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ മെയിൻ ഇതിനകത്ത് സീറയമാണ്. സീറിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വീഡിയോസിൽ ഓരോന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മീറ്റിന്റെ പുറം ഭാഗം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഉള്ളില് മാംസം വേവൂലല്ലോ. അപ്പൊ ഉള്ളിൽ അതിന്റെ മോയ്സ്ചർ നിന്ന് മീറ്റ് സോഫ്റ്റ് ആക്കും. ഇപ്പൊ പുറം ഭാഗം നിൽക്കാനുള്ള ഷേപ്പും ഇത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മളിതിന്റെ പെട്ടെന്ന് മീനൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോലെ, കാരണം വെച്ചാൽ അതിന്റെ വേവ് കുറവാണ്. അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രിക്കാണ് സീറിങ്. ഇപ്പൊ നമ്മൾ മീൻ ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. ജസ്റ്റ് സീറിങ് വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ മീൻ നമുക്ക് ചുമ്മാ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ അങ്ങനെ സമയം കളയണ്ട, എനിക്കിത് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. അങ്ങനെ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്യണത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സവാള ഞാൻ അധികം മൂക്കാത്ത സമയത്താണ് ഞാൻ ചെയ്യണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തീ കൂട്ടി വെക്കുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് മൂക്കും. അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ചാൻസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ മീൻ ആദ്യമേ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഇടണായിരിക്കും നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സവാള ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും ഫ്ലേവറും കൂടി മീനിലേക്ക് കൂടുതൽ ഏർപ്പിടിക്കും. പിന്നെ ഞാൻ ഉപ്പ് ഇട്ടതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അതിൽ മീൻ ഇടണമെന്നാണ്. കണ്ട ഈ ഒരു ഭാഗം മീൻ ജസ്റ്റ് ഒന്ന് വെള്ള കളറിൽ വന്നിട്ടുണ്ട്. വെച്ചാൽ ആ മീൻ കുക്ക് ആയതാണ്. കാരണം ആ ഒരു സൈഡിലേക്ക് ഇപ്പൊ മസാല കൂടുതലാക്കുന്നത് കേട്ടുണ്ടാവും. അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ വെച്ച് പിന്നെയും മീനിൽ കുക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഉൾഭാഗമൊക്കെ വരും. ഇതിപ്പോ ഞാനിങ്ങനെ ചെയ്തത് മീൻ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങയിൽ കുറച്ച് തേങ്ങ അരച്ച് അതിന്റെ പാല് പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി അതിന്റെ പിഷടുണ്ടല്ലോ, ആ പിഷടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി പിഴിഞ്ഞെടുക്കണ ആ പാലിനാണ് രണ്ടാം പാലെന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം എടുക്കുന്നത് തലപ്പാലെന്ന് പറയും. അങ്ങനെ 1 മുതൽ 3 വരെ പാലെടുക്കും. അത് ഫിഷ് മോലി അങ്ങനെ തേങ്ങാപ്പാൽ വെച്ച് സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതിപ്പോ ഞാൻ മാഗിയുടെ കോക്കനട്ട് പൗഡർ യൂസ് ചെയ്തിട്ട് ചെയ്യണേ. അല്ലാണ്ട് തേങ്ങാപ്പാൽ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രഷ് തേങ്ങ അതിന് ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. നമുക്കിവിടെ അത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതും കുഴപ്പമില്ല. അടുത്ത ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഇതാണ്. ഇനി ജസ്റ്റ് മീൻ ഈ സോസിൽ കിടന്നൊന്ന് കുക്കാവട്ടെ. നമുക്കിത് മീഡിയം ഹീറ്റിൽ കവർ ചെയ്ത് വെച്ച് ചെയ്യാം. ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് ചെയ്യാം.
ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഏത് മീനാണെങ്കിൽ ഉപയോഗിക്കണമെങ്കിലും അധികം സ്പൂൺ ഉപയോഗിക്കാണ്ടിരിക്കുക. ജസ്റ്റ് പാൻ ഒന്ന് കറക്കി കൊടുത്ത് വേണം ഒന്ന് ഇളക്കാനായിട്ട്, സോസ് ഒക്കെ മിക്സ് ചെയ്യാനായിട്ട്. കാരണം വെച്ചാൽ മീൻ പെട്ടെന്ന് നമ്മൾ സീതറിനെ പോലും മീൻ അധികം ഇട്ടുകൊണ്ട് ഇളക്കുകയാണെങ്കിൽ ഉടയാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോ ഏകദേശം 2.5-3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ മീനൊന്ന് തിരിച്ചിടാൻ പോകണം. ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ ഇതിന്റെ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഞാൻ പലയിടത്ത് കണ്ടിട്ടുണ്ട് ചില ആൾക്കാര് മഞ്ഞപ്പൊടി ഉപയോഗിക്കില്ല, ജസ്റ്റ് കുരുമുളകും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി സവാള മാത്രമേ ഉപയോഗിക്കുള്ളൂ മീനും. അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ക്രീമിഷ് കളർ ആയിരിക്കും. പല പേരാണ് ഇതിന് കേട്ടേക്കണം. ചിലയിടത്ത് മീൻ മോളി എന്ന് പറയുന്നുണ്ട്, ഫിഷ് മോളി എന്ന് പറയുന്നുണ്ട്, ചിലയിടത്ത് ഫിഷ് മൊയ്ലി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതില് ഏത് പേരാണ് കറക്റ്റ് ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് എനിക്കും എന്നെ പോലെ തന്നെ കാണാൻ ഇത് അറിയാനായിട്ട് ആഗ്രഹമുള്ള പലവർക്കും ഉപകാരമായിരിക്കും. അപ്പൊ നമ്മുടെ മീൻ ഇവിടെ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോ എന്റെ മീൻ വെന്തോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ നോക്കാവുന്നതാണ്. നമ്മള് മീൻ വെന്തോ ഇല്ലെന്ന് നോക്കാനായിട്ട് ആദ്യമേ ബൈ ലുക്ക് മീനിന്റെ കളറ്. വൈറ്റ് ഫിഷ് ആണെങ്കിൽ അതിന്റെ മീറ്റ് കുറെ കൂടി വൈറ്റ് ആവും. റെഡ് ഫിഷ് ആണെങ്കിൽ അതിന്റെ മീറ്റ് കുറെ കൂടി എന്താ പറയാ ഒരു ബ്രൗൺ ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു കോഫി ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡായിരിക്കും അതിന്റെ റെഡ് മീറ്റ് ആണെങ്കിൽ അതിൻ്റെ അത് വന്നത്. നമ്മൾ ഈ ഇറച്ചിക്ക് കുക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കളർ ഉണ്ടല്ലോ, ചുവപ്പായിരിക്കും ഫ്രഷ് മീറ്റിന്. വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയൊരു കളർ ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു കളറിലായിരിക്കും റെഡ് മീറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക്, റെഡ് മീറ്റ് ഫിഷ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും വന്നത്. പിന്നെ ബൈ ഫീൽ നമ്മളിത് ഈ മീൻ ഓരോന്നിനും ഓരോ ടെക്സ്ചർ ആയിരിക്കും. ഇപ്പൊ മീൻ കയ്യിലെടുക്കുമ്പോഴത്തേക്കും മീൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞു വന്ന ടെക്സ്ചർ, അതായത് മീൻ ഉടയുമ്പോഴത്തേക്കും അത് ഫ്ലേക്കി ആയിട്ടാണ് വന്നെങ്കിൽ മീൻ കുക്കായിട്ടാണ് അർത്ഥം. അപ്പൊ ഇങ്ങനെ കുറച്ച് ടെക്നിക്സ് ഉണ്ട് നമുക്ക് മീൻ കുക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട്. പിന്നെ മീൻ കുക്കായോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ബൈ സ്റ്റാൻഡേർഡ്സില് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ലോ ഉണ്ട്, FSIS എന്ന് പറയും. അത് ഫുഡ് സേഫ്റ്റി ആൻഡ് ഇൻസ്പെക്ഷൻ സർവീസസ്. അത് USA ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫുഡ് സേഫ്റ്റിയുടെ റെഗുലേഷൻസ് ഒക്കെ നോക്കാനായിട്ടുള്ള. അതില് മീനിന്റെ ഉള്ളില് 63 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 145 ഫാരൻഹീറ്റില് മീൻ ഒരു 15 സെക്കൻഡോളം നിന്നിട്ടുണ്ടെങ്കിൽ മീൻ കുക്കായെന്നുള്ള അർത്ഥം. നമുക്കിനി ഇതിലേക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്റെ കയ്യില് തലപ്പാലുണ്ട്. ഇത് ഏകദേശം ഒരു അരയുടെ മുക്കാലിന് ഇടക്കുള്ള അത്രയും ഉണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് തക്കാളി. ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ ടൊമാറ്റോ ആണ് ഉള്ളത്, നല്ല പുളിയുള്ള തക്കാളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ടൊമാറ്റോ എടുത്തത്. നിങ്ങൾ അതിൽ സാധാരണ തക്കാളി ഉള്ളതെങ്കിൽ അത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് മേളിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചുമ്മാ സോസിൽ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിക്ക് എനിക്ക് ആവശ്യത്തിന് പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം വേറെ പുളി ആഡ് ചെയ്യണം. ജസ്റ്റ് തീ ഓഫ് ചെയ്തതിനു ശേഷം തക്കാളി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പോ അല്ലെങ്കിൽ എരിവോ എന്താ വെച്ചാൽ നോക്കാം. ഇപ്പൊ എരിവ് കുറവാണെന്ന് തോന്നണയാണെങ്കിൽ വേണമെങ്കിൽ ഒരു പച്ചമുളക് എന്തെങ്കിലും ചുമ്മാ ഒന്ന് കീറിയിട്ടിടാം, അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ട് വരും സോസ്. അങ്ങനെ സോസ് ഓവറായിട്ട് തിക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ആ സോസിന്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കാനായിട്ട്. സോ ഫ്രണ്ട്സ്, നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഫിഷ് മൊയ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു അടിപൊളി സോസാണ്, ഒരു അടിപൊളി കറിയാണ്. നമുക്ക് അപ്പത്തിന്റെ ബ്രെഡിന്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.